പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കണോ വേറൊന്നുമല്ല, ഇന്ന് ശരണ്യക്ക് പഴുത്തൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അതെ, ഇവിടെ തന്നെ നല്ല മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. അപ്പൊ എന്നാ ചക്ക പായസം കുടിച്ച് മഴയത്തിരിക്കാവുന്ന മഴയത്തിരിക്കണ്ട, നമുക്ക് പെരേടാ മതി. എന്നാലും ആ ചൂട് പായസമൊക്കെ മഴ സമയത്തൊക്കെ കുടിച്ച്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. ഇപ്പൊ നമ്മൾ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. അപ്പൊ എല്ലാരും പോലെ നമുക്ക് ഒന്നിച്ച് നിന്ന് ചക്കപ്പായസം മഴയത്ത് കുടിക്കാം. എന്നാ ശരി, വാ പോയേക്കാം അടുക്കളയിലോട്ട്. ഹായ് മക്കളെ, ഞങ്ങള് ചക്ക പൊളിക്കാൻ പോണ്. ചക്ക മുറിച്ചത് ആവശ്യം. ഞാൻ മുറിച്ചു തരാം ചക്ക. നല്ല മണമുണ്ട് ചക്കയുടെ. സാധാരണ ഇത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനാണ് മുറിച്ചു തരുന്നത്. പക്ഷെ അച്ഛനിവിടെ ഇല്ല. അച്ഛൻ ഇപ്പൊ വരുവായിരിക്കും. ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പറയും വീഡിയോയിൽ അച്ഛൻ അവിടെ പോയിരിക്കുകയാണ്, ഇവിടെ പോയിരിക്കുക. പക്ഷെ അച്ഛൻ ഇല്ല, സത്യം പറഞ്ഞെന്ന. അതാണ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മുറിച്ചു തരാം. നിങ്ങൾ അടത്തിയെടുത്തു, എന്നിട്ടൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി വലുതായി പോകും അല്ലേ? എല്ലാരും കൂടി ചക്ക അടർത്ത. അതെ, ചക്ക അടർത്തിയല്ലേ ചക്ക കഴിക്കാം. ചക്ക അടർത്തി ഈ വർഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചക്ക കിട്ടിയിട്ടുള്ളത് അല്ലേ? അതെ, വേവിച്ച് ചക്കപ്പഴം അടയുണ്ടാക്കി അല്ലേ, ചക്ക വറുത്ത് എല്ലാം ചെയ്തു. അതെ, അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. എന്താ കൂട്ടുകാരെ, അങ്ങനെ അതെ ചക്ക മുറിച്ച് നല്ലൊരു അടിപൊളി ചക്കയാണ് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണെന്ന് തോന്നുന്നു, നല്ല മണമ്മനുണ്ട് അല്ലേ? അടത്തി തീർന്നില്ലേ? നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ട് ചക്ക അടത്തി വെച്ചിട്ടുണ്ട്. ഇനി അടത്താൻ ശരണ്യ അരിഞ്ഞോണ്ടും ഇരിക്കുകയാണല്ലേ? അതെ, നമ്മുടെ അച്ഛൻ വന്നപ്പോ അതെ അച്ഛനും കൂടി ഒന്ന് ശരണ്യ അത് കാരണം എന്തേ കണ്ട ഉടനെ അമ്മ എണീറ്റ് പോയി അല്ലേ? അപ്പൊ കണ്ട അതെ ഇങ്ങനെ നല്ല ചെറിയ പീസൊക്കെ ആക്കി അരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പായസത്തിന്. മിക്സിയിലിട്ട് അടിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അതുകൊണ്ടാണല്ലേ. ഇതൊന്ന് മൊത്തം അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം. ഇല്ല, ഇത്ര വേണ്ട. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി അത് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം. ശരണ്യ, എവിടം വരെ നമ്മുടെ ചക്കയൊക്കെ റെഡിയാക്കിയ? അടിപൊളിയായിട്ടൊക്കെ ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അമ്മ എന്നെ എടുക്കാൻ പോയാണെന്നാ പറഞ്ഞ? അച്ഛനെ കൊണ്ട് ഈ തേങ്ങ ഒന്ന് പൊട്ടിക്കട്ടെ, എന്നിട്ട് ചിരണ്ടട്ടെ. തേങ്ങാപ്പാല് വേണം ഇതിന്. നേരം പ്രഥമത്തിന്. അപ്പൊ തേങ്ങാപ്പാലിന് വേണ്ടി അച്ഛനെ കൊണ്ട് പൊട്ടിച്ചു ചക്കപ്രഥമൻ. അപ്പൊ അങ്ങനെ ശരണ്യ അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചോണ്ടിരിക്കാൻ പോവുകയാണ്. അങ്ങനെ അച്ഛൻ ആ നേരത്ത് തേങ്ങായൊക്കെ പൊട്ടിച്ചു. ശരണ്യ നെയ്യൊക്കെ പൊട്ടിച്ചൊഴിച്ചോണ്ടിരിക്കുകയാണ്. കണ്ട, നേരാണ്, മാറി നിക്കണം കേട്ടോ. അവിടെ പായസം തയ്യാറാക്കുന്ന, ഇവിടെ തേങ്ങാ വെള്ളം. അമ്മക്ക് പിന്നെ തേങ്ങ പൊട്ടിച്ചെന്നാ തേങ്ങാ വെള്ളം അമ്മക്ക് വേണം. നല്ല തേങ്ങ കിട്ടി. ചക്ക വാരി ഇടാൻ പോവുകയാണ്. വേണ്ട കൂട്ടുകാരെ, അങ്ങനെ ശരണ്യതേ ആ നെയ്യൊക്കെ ഒഴിച്ച് വെച്ചു അതിലോട്ട് ചക്ക ഇട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ശരണ്യ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സെന്ന് വെച്ചെന്നാ നമ്മുടെ മാലിയിൽ നിന്ന് ഉള്ള അല്ലേ, ധന്യ ചേച്ചി അയച്ചു തന്ന ഡ്രസ്സാണ്. ഒരു പിഞ്ച് ഉപ്പിട്ട. അയ്യോ, ഉപ്പ് അത് കൂടി പോയാ ശരണ്യ ഇല്ലേ?
അതെ കഴുക ഇതല്ലേ ഞാൻ കഴിയിട്ടോ. അപ്പം ശരണ്യതേ അതിലായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടാലേ ഒരു തുള്ളി ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നാണ് ആണോ? ശരണ്യ ഇളക്കാനായിട്ട് പോയതാണ്. അപ്പം അച്ഛൻ കയറി ഏറ്റെടുത്ത്. അപ്പം ശരണ്യൊക്കെ സുഖമായല്ലേ? ഞാൻ ഇതിനിടക്ക് പോയത് വല്ല അറിഞ്ഞ ആ അച്ഛനില്ലാഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇടക്ക് ചക്ക അരിഞ്ഞു കൊടുത്തേക്കും പോയി. എന്റെ മുണ്ടേ പശ പറ്റിട്ട് ഞാൻ മാറി പോയി. ആഹാ നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ല ആദ്യം തുടക്കം ഇല്ലാഞ്ഞല്ലേ? ആ തുടക്കമില്ല പിന്നെ മൂടിയടി. അപ്പൊ ഇതെല്ലാം മൂടി വെച്ചിട്ട് വെന്തിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ശർക്കര പാനിയാക്കാം. ആ വേണമെങ്കിൽ ഇതേ കണ്ടാ തേങ്ങ ചെരണ്ടിക്കൊണ്ടിരിക്കുന്നു. ആ അച്ഛനും മകളും കൂടി ശർക്കരപ്പാനി ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് ഞാൻ. ആണോ? ശരണ്യാണോ ഉരുക്കുന്നത്? അപ്പൊ ഇത്ര ശർക്കര മതിയാ ശരണ്യ? ഇത്രയും മതി. നമ്മൾ പഞ്ചാരയും കുറച്ചിടുന്നുണ്ട്. ആഹാ ശരണ്യ എന്തോ അത് പറ്റിയില്ലേ? ഇല്ലെന്ന്. ഈ ശർക്കര നിറം കണ്ടോ? എന്താണ്? ഇത് ഭയങ്കര കറുപ്പല്ലേ? അല്ലേ അത് പിന്നെ ശർക്കര അതല്ലേ? കറുത്ത ശർക്കരക്ക് എങ്ങനെ വെളുത്ത നിറം വരും? ശരണ്യ പിന്നെ ശർക്കരയുടെ കറുപ്പാണ് ആ കറുപ്പ്. അല്ല അതെ ശർക്കര പലതരം ഉണ്ടല്ലോ. ശർക്കര ഇപ്പൊ വെള്ള ശർക്കര കാത്താണ് അറിയാം മറ്റേ. അതെ പക്ഷെ ഇതാണ് ഭംഗി ശരണ്യ. ഇതാണ് ഇച്ചിരി ഇത് ഭയങ്കര കറുപ്പ് കണ്ടോ? അതാണ് ഭംഗി തന്നെ ഉണ്ട്. വിട് എന്നത് ഇട്ടു. അപ്പൊ ഇതൊന്ന് പാനിയാക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അല്ലേ കൂട്ടുകാരെ? അങ്ങനെ അതെ അച്ഛനും മകളും കൂടി പാചകം എവിടം വരെ ആയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ട് പോയി ഉടച്ചു വെക്കാൻ. അച്ഛനൊന്ന് അടച്ചേക്കാൻ പറഞ്ഞു. ഏലക്കാപ്പൊടി കണ്ട അങ്ങനെ അതെ ഇതൊക്കെ ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? ആഹാ കണ്ടാ അങ്ങനെ ഏലക്കായൊക്കെ ചേർത്ത്. ഏലക്കാട മണമല്ലോ. പിന്നെ ഏലക്കായിട്ട് ഏലക്കാട് അല്ലാതെ ജീരകത്തിന്റെ മണം വരുമോ? അപ്പൊ അങ്ങനെ ഒരു സ്പൂൺ പഞ്ചാര. പഞ്ചസാര വേണം. ഈ ശർക്കരയുടെ പുറത്ത് ഇനിയും പഞ്ചസാര ഇടിയാണ്. എന്റെ ദൈവമേ മധുരം കൂടും. ഇല്ല ഈ ശരണ്യ ഇങ്ങനെ മധുരം കഴിക്കുവാ? ഞാനല്ല നിങ്ങൾക്ക് തരും. ആഹാ ഞാനൊന്ന് ഇളക്കി തരും. മതി മതി ഇളക്കിന് മതി അച്ഛാ. അറിയാ മതി. എന്നാ ശരയുടെ ഇഷ്ടം. നീ ഇത് ഞാൻ പിടിക്കണം. പിടിച്ചു അച്ഛന് ഇപ്പൊ ശർക്കര ഒഴിക്കും. ഞാൻ ഒഴിച്ചു. ഞാൻ ഇവിടെ വേണ്ട ഞാൻ ഇവിടെ നിന്ന് എടുത്തോളാം. അച്ഛൻ എടുത്തതാ. ഇല്ല ഇല്ല ഞാൻ സൂക്ഷിച്ചു. ഇതെന്താണ്? സൂക്ഷിച്ചാ പോരെ. അതീ കൂടി പോരുവാ? എനിക്കറിയാൻ മേല. അതൊക്കെ ഇച്ചിരി ലൂസാക്കിയാലേ അതീ കൂടി പോരൂ. സ്റ്റോപ്പൊന്നുമില്ല. ഇതിനകത്ത് വിളിക്കട്ടെ ഒഴിക്കട്ടെ ഒഴിക്കട്ടെ ഒഴിക്കട്ടെ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒഴിക്കട്ടെ തന്നെ. ഒഴിക്ക് വേണം. ഇതുണ്ടാക്കുക. എന്നാ എന്തുവാ ഇങ്ങനെ സാധനം ഉണ്ടല്ലോ? അടിപൊളി. കറണ്ടും പോയി കിട്ടി. സന്തോഷമായി. സന്തോഷമായി. അടിപൊളിയാണല്ലേ? ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിക്ക്. ഒന്ന് ഇളക്കി കാണിച്ചു കൊടുക്കും നമ്മുടെ കൂട്ടുകാർ. ആ എന്തേ ശരണ്യ പിന്നെ പഞ്ചസാരയൊക്കെ കൊണ്ടിട്ടില്ലേ? മതി മതി കുറച്ച് മതി. അല്ലെങ്കിൽ അത് കണ്ടിട്ട് തന്നെ ആ അതാണ്. ആ ശരണ്യ ആദ്യം പറഞ്ഞേന്ന്. ശരണ്യ അതൊന്ന് മാറ്റിക്ക്. നമ്മുടെ കൂട്ടുകാരതൊന്ന് കാണിക്കട്ടെ. കണ്ട കൂട്ടുകാരെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ശരണ്യ. എന്തോ നമ്മുടെ ഈ ചക്ക പീസ് ഇച്ചിരി വലുതായി പോയോ? ആ മറ്റേ ഈ പ്രഥമനൊക്കെ അല്ലേ? ആ ഇത് അടപ്രഥമൻ പോലെ ഇണക്കിയതാണല്ലേ? അതുകൊണ്ടാണ് ഈ പീസാക്കിയത്. ആ നേരാണ്. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോ പറഞ്ഞായിരുന്നല്ലോ പ്രഥമൻ ചെയ്യാന്ന്. അപ്പൊ അമ്മ ആ നേരത്ത് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചും കണ്ട ഓടിപ്പോയി എന്ന് തിരക്കിലാണ്. ഭയങ്കര തിരക്കിലാണ് അമ്മ. രണ്ടാമത്തെ പാല്. രണ്ടാം പാലാ? ഇങ്ങോട്ട് വന്നേ ഒന്ന് കാണിച്ച്. അച്ഛനും എല്ലാരും തിരക്കിലാണല്ലേ? കണ്ടേ രണ്ടാമത്തെ പാല്. ഇത് ഒന്നാം പാല്. ഒന്നാം പാല്. ചക്ക ഇതായതുകൊണ്ട് 2 പാൽ ഒഴിച്ചാൽ മതി. സാധാരണ 3 പാൽ ഒഴിക്കും. ആ തേങ്ങാപ്പാല് തന്നെ ഒന്നാം പാലും രണ്ടാം പാലും. അതൊഴിച്ചാൽ നമുക്ക് പാലൊഴിക്കാം. ഒന്നാം പാൽ ഒഴിക്കാൻ പോയി. രണ്ടാം പാൽ ഒഴിക്കാൻ പോയി. കണ്ടുപിടിച്ചെന്ന് എന്നാ ഒന്നാം പാലും രണ്ടാം പാലും. ഞാനും
ഈ രണ്ടാം പാല് ഒന്നാം പാല് അടിപൊളിയാണ്. തിരിച്ചു പിടി. ആ അപ്പൊ, ശരണ്യത അതൊക്കെ ഒഴിച്ചോണ്ടിരിക്കുന്നു. ഓ അമ്മ നോക്കി നിക്കുന്നുണ്ട്. ഇപ്പൊ പായസത്തിന്റെ ഒരു നിറം അങ്ങോട്ട് വളരെയല്ലേ. അതെ അതെ പായസം കളറായി അങ്ങനെ ഒന്ന് തിളക്കട്ടെ. ആഹാ, നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട്. ഇപ്പൊ ആ ശർക്കരയുടെ കളറോടെ പോയി. ആണ്. ആ, അടിപൊളിയായി. കണ്ടോ? ശരി. മണം അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട്. ഓ ഇന്ന് ശരണ്യം ശർക്കരയാണെങ്കിലും പായസം കുടിച്ചത് തന്നെ അല്ലേ? തെറിച്ചു വീണല്ലേ ശരണ്യ? ഇല്ല, ഇല്ല. തെറിക്കുമെന്ന് ഓർത്ത് മാറിയതാണ്. തൊള്ളി തെറിച്ചിട്ടില്ല. അത് തിരക്കുന്നുണ്ട്. തെറിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് മാറിയത്. പേടി കൊണ്ടല്ല. അച്ഛൻ ഇറക്കുമ്പോ ഈ ഇങ്ങനെ പോകുന്നത്. അത് എടുത്തിട്ടേ. കണ്ടോ? ആ ആ ആ ആ ആ അപ്പൊ ഇനി ഇതില് ഇനി ഒന്നാം പാല് ഒന്നാം പാല് ഒഴിക്കണം. ഇത് ഈ പരുവത്തിലാണ് പിന്നെ ശരണ്യ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതും ആ നേരത്തെ ഇപ്പുറത്ത് വറുത്ത് ചേർക്കാം. അത് നമുക്കേ ആ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വറുത്ത് ചേർത്താൽ മതി. മതിയാ? കൊടുക്ക ചില അടി പിടിക്കും. അച്ഛനെ ഇളക്കി കൊടുക്കാതെ മാറി നിക്കുകയെന്നല്ലേ? ആഹാ ഇനി ആ പാല് കൂടെ ഒന്ന് എടുത്ത് വയ്ക്കും. ഇത് തിളക്കട്ടമ്മ. ഇത് തിളച്ചിട്ട് വേണം ഈ ചെറിയ ചെറിയ ഒന്നാം പാൽ ഒഴിക്കാനല്ലേ? എന്നിട്ട് വേണം അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി വറുത്ത്. ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒഴിക്കണം. ആ അപ്പൊ ഇതൊന്ന് തിളച്ചിട്ടൊക്കെ കാണിക്കാം. എന്നാണ് തലയൊക്കെ ആട്ടണത്? കുമ്പിളപ്പത്തിന്റെ മണം വരുന്നു. ആ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാറായ. നമ്മൾ ഒന്നാം പാല് ഒഴിച്ച് ഇത് ഗ്യാസ് നിർത്താൻ പോവാണേ. ആ അങ്ങനെ ശരണ്യതേ ഒന്നാം പാല് കൂടിയൊക്കെ ഒഴിച്ചിട്ട് അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് തീ കെടുത്തിയല്ലേ? കെടുത്തി. അതെന്തിനാ തീ കെടുത്തിയത്? ആ പിന്നെ തീ കെടുത്തണ്ടേ? തീ കെടുത്തിയാ മതിയാ? കഴിഞ്ഞാപ്പ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി ഇനി അണ്ടിപ്പരിപ്പൊക്കെ ഇനി ചേർക്കാം. അണ്ടിപ്പരിപ്പും ബദാമും തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തെല്ലാം ആ അതാ പിന്നെ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇതിന്റെ പണി കഴിഞ്ഞെന്നാ പറഞ്ഞത്. അതിന്റെ കഴിഞ്ഞു. ആ നേരത്തെ തീ കത്തിക്കൊണ്ടിരുന്ന പിന്നെ അടി പിടിക്കല്ലേ ശർക്കര. ആ അങ്ങനെ. അതുകൊണ്ട് അതുകൊണ്ട് ആ അല്ലേ എനിക്ക് അറിയാമല്ല, ഞാൻ അതാ ചോദിച്ചത്. അപ്പൊ ഇനി നെയ്യിൽ ഇത് വറുത്തെടുക്കണം. നെയ്യ് വറുത്താണ് മുമ്പ് തേങ്ങ അരിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. അച്ഛൻ അരിഞ്ഞോണ്ടിരിക്കുക. തേങ്ങയുടെ കാര്യം മറന്നുപോയി. നമ്മുടെ അച്ഛൻ്റെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. തേങ്ങാക്കൊത്ത് എണ്ണ കൂടി ചേർക്കണം, മൂപ്പിക്കണം. നമുക്ക് ഇനി നെയ്ക്കകത്തിട്ട് ഇത്ര സാധനം വറുത്തെടുക്കാം. എന്തൊക്കെയാൻ പറയാം? തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആ നെയ്യിൽ നെയ്യ് വറുത്തെടുക്കാം. വറുത്തെടുക്കാം. അച്ഛ അത് തീ കെടുത്തി അച്ഛനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സെറ്റ് ആകാതിരിക്കാനായിരിക്കും. അതെന്താന്ന് ശരിക്കും. പായസം കുടിക്കാറായ ആ ഒരു പാത്രം ഗ്ലാസ് ഒക്കെ അല്ലേ ഇവിടെ അണ്ടിപ്പരിപ്പ് പോലും വറുത്തിട്ടില്ല. അതെങ്ങനെയാണ്? അണ്ടിപ്പരിപ്പ് ഇതിലായിട്ടിട്ടപ്പോ അതിൽ നിന്ന് 2 കഷ്ണം അണ്ടിപ്പരിപ്പുമായിട്ട് അമ്മ പോയതാണ്. ചവച്ചോണ്ടിരിക്കുക, ചവച്ച് തീർന്ന. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കയ്യേ ഇച്ചിരി മാറി നിന്നോ. ശല്യം മാറി നിൽക്കുകയാണ് നല്ലത്. അങ്ങനെ തേങ്ങായ ആദ്യം ഇട്ട് ഒന്ന് വറുത്തെടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് മൂത്ത് വന്ന ഇത് താമസമുണ്ട്. അപ്പൊ തേങ്ങാക്കൊത്തല്ലോ, തേങ്ങാക്കൊത്ത ഇച്ചിരി മൂക്കാൻ താമസമുണ്ട്. ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കടയുന്നാവും. അതിപ്പോ ഞാൻ തന്നെ കൂടി ചോദിക്കാൻ എന്താ പറയാ, ഇത് പൊട്ടിത്തെറിക്കുന്നോണ്ട് ചെറിയ പാത്രമാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ചെറിയൊരു പേടി കൊണ്ടാണ് ഞാൻ തന്നെ. പിന്നെ വർത്താനം പറയാം. ഇല്ല ഇല്ല ഇല്ല, എന്താണ് ശരണ്യ പറയുന്നത്? തീ കുറക്ക്. ഈ കുറക്ക് അല്ലെങ്കിൽ അത് കരിഞ്ഞ് അപ്പൊ അത് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി ചന്നയുടെ ഇനി അടുത്ത ചന്നയ്ക്ക് തന്നിരിക്കാം. കിട്ടോ ഇലയിലോ ആയിട്ടോ കിട്ടോ കിട്ടോ അതിവിടെ ഇപ്പോഴായിരുന്നു. ഇനി ശരണ്യ ഇളക്കാൻ പോണം. കണ്ടാ അങ്ങനെ അണ്ടിപ്പരിപ്പ് കൂടി അതിനകത്തിട്ട്. അതെല്ലാം മുളകടിക്കണം. നീ വറുക്കണം. അതെ ശരണ്യ ഏറ്റെടുത്ത് വീണ്ടും. അപ്പൊ ഇനി മുന്തിരി കൂടി അതിലാട്ട് ഇട്ടാ മതി അല്ലേ? ആണ്. മുന്തിരി ഞാൻ ഇട്ട് തരാം. ചുമക്കട്ടച്ചാ. ചുമന്നല്ല അത് മതി. അണ്ടിപ്പരിപ്പ് ചുമക്കില്ല. അന്നേരം മറ്റേത് കരിഞ്ഞു പോകും. ശരണ്യ ഇട്ടോ. കേട്ടെ ഇട്ടോ ഇട്ടോ. കേട്ടെ അപ്പൊ ഇനി ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ അല്ലേ? ഞാൻ എന്റെ പായസം അടിപൊളി. അച്ഛനെന്തിനാ പായസത്തിനെ പിടിച്ചോ? ആണാണ്. അച്ഛൻ തന്നെ തരാം. ആർക്കും കൊടുക്കാം. അതിപ്പോ കണ്ട കളറായി ശരിയാ മറ്റേ അണ്ടിപ്പരിപ്പിലൊക്കെ. ശരണ്യ നല്ല അടിപൊളിയായിട്ട്. അതിനകത്തോടെ ചുമന്ന് വേറൊരു കളർ കിടക്കുന്ന ആ നല്ല മുന്തിരി അല്ലേ? അത് പച്ച മുന്തിരിയാ.
പച്ച മുന്തിരി ഉള്ളത് സൂപ്പറാണ്, അത് കാണാൻ ഭംഗിയുണ്ടല്ലേ. എന്താ അത് വേറെ ഒരു സൈസ് മുന്തിരിയാ. അപ്പൊ അത് കോരാറായില്ല, അതിലായിട്ട് ഇടാല്ലേ? അപ്പൊ ഇങ്ങിട്ടാ ഞാൻ കൈമാറ്റി. കണ്ട അതിലേക്ക് ഇട്ടിരിക്കുന്നു. കണ്ട ഇത് കൂടുതലാണോ മുന്തിരി? ഇളക്കിയാ ഇത്ര ഇളക്കിയാൽ മതി. അടിപൊളി. നേരെ നടിയിലാക്കണം. അടിയിലല്ല, ടേസ്റ്റ് ഒക്കെ വേണം. അടിപൊളി പായസാണല്ലോ. പായസ ഇളക്കി ഇളക്കി അടിയിലാക്കും. ആ മുന്തിരിയൊക്കെ പുറമെ കിടക്കും. അതിന്റെ പൊക്കെ അങ്ങനെ പിന്നല്ല അത് കണ്ട നമ്മക്കറിയാം അച്ഛാ, അതാ ഇളക്കി വരുമ്പോ പുറമേ കണ്ടാലേ ആ പായസം കാണാനൊരു ലുക്ക് ആകുള്ളു അല്ലേ? ഇനി നമുക്ക് കുടിക്കാതെ തപ്പിയെടുക്കാം. കണ്ട അടിപൊളിയായിരുന്നു. അത് അടിയിലാക്കി കളഞ്ഞു. അടിയിലാക്കി കളഞ്ഞു. എന്റെ കാര്യം അപ്പൊ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് കുടിക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി തണുത്ത്, ചെറുതായിട്ട് തണുത്തല്ലേ? അപ്പൊ ദേ കണ്ട 3 ഗ്ലാസ്സിലായിട്ട് മാറ്റി കുടിക്കാൻ പോയി പായസം. ആണ്. അതെ 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 അപ്പൊ എല്ലാരും പോലെ നമുക്ക് ഒന്നിച്ചെന്ന പായസം കഴിക്കാം. ചെയ്യാം. അതെ, ഇപ്പൊ നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അതെ അതെ നമ്മുടെ ചക്കപ്രഥമൻ. ആഹാ. അപ്പൊ നമ്മുടെ ശരണ്യ ഒന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് പറഞ്ഞ കൂട്ടുകാരോട്. നോക്കട്ടെ. ആ നല്ല അടിപൊളി. അടിപൊളിയാ. ചക്ക മോശമാണ്. ചക്ക കൊണ്ട് എന്തെല്ലാം ആക്കാം. അതെ, അതെ അതെ നല്ലതാ. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ ഞാൻ പറഞ്ഞതേ കൂട്ടുകാരെ പറയുന്നത് പിന്നെ ഈ കല്യാണ പാർട്ടിക്ക് ഈ സീസണിൽ കല്യാണ പാർട്ടിയിലൊക്കെ സദ്യ ചക്കപ്രഥമം വെച്ച് കൊടുത്താൽ മതി. എന്തിനാണ് വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ അയച്ചു. അയച്ചു തരുമെന്ന് ഇപ്പൊ ഉള്ളത്. അല്ലാതെ നാളത്തെ കറിയല്ല പറഞ്ഞത്. ഇപ്പൊ ഈ ഇരിക്കണ ഇപ്പൊ തീർന്നു പോകും, നേരാണ്. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ ചക്ക കിട്ടുമ്പോ നിങ്ങളൊക്കെ ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. അടപ്രഥമൻ കഴിക്കുമ്പോൾ തന്നെ ഈ ചക്ക അതെ 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 അതെ. നല്ല സൂപ്പറാണ്. ആ നമ്മള് അടപ്രഥമൻ എന്നാണല്ലേ പറഞ്ഞത്, ചക്കപ്രഥമൻ. ആ അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ. അപ്പൊ നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ.